ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ബാത്റൂമിൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം തന്നെ കയറി വരുന്ന സമയത്ത് തന്നെ ബാത്റൂമിൽ ഏറ്റവും ആദ്യം തന്നെ ഇരിക്കുന്നത് നമ്മുടെ വാഷ് ബേസിനാണ്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ക്ലോസറ്റ്, അങ്ങേയറ്റത്താണ് കുളിക്കുന്ന ഏരിയ തിരി. ഇതേ രീതിയിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾക്ക് കണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ഒരേ ലെയറിൽ തന്നെ ഒരേ ലൈനിൽ തന്നെ എല്ലാ 3 കാര്യങ്ങളും ഒരേപോലെ വരുന്നതാണ് ബാത്റൂം കാണാനും നല്ലത്, നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാനും സാധിക്കും. ഇതിപ്പോൾ നോക്കുക, നമ്മുടെ വാഷ് ബേസും വന്നിരിക്കുന്നത് പെഡസ്റ്റൽ ടൈപ്പാണ്, ഹാഫ് പെഡസ്റ്റൽ ടൈപ്പാണ്. ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ട് 34 ഇഞ്ചാണ് അതിൻ്റെ ഫിനിഷിംഗ് ലെവൽ വരുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു മിറർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഏരിയയിൽ ഒരു മിറർ വരും. ഇനി തൊട്ടപ്പുറത്തായിട്ട് വാഷ് ബേസിൻ്റെ ഈ സൈഡിലായിട്ട് വെള്ളം ഒട്ടും തെറിക്കാത്ത രീതിയിൽ നമ്മളൊരു സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. ആ ഹീറ്ററിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ച് പുറത്താണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എക്സോസ്റ്റിൻ്റെ സ്വിച്ച് കാര്യങ്ങളുണ്ട് വരുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഏരിയ, അത് ക്ലോസറ്റിൻ്റെ ഏരിയയാണ് വരുന്നത്. ക്ലോസറ്റിൻ്റെ ഏരിയ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ കഴിഞ്ഞതിന് ശേഷം ക്ലോസറ്റിൻ്റെ ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ഏകദേശം വരുന്നത്, വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നത് നമുക്കൊരു 60 സെൻറ്റിമീറ്റർ മതിയാവും. നമ്മൾ ക്ലോസറ്റിൻ്റെ ഏരിയ ഏകദേശം ഒരു 90 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 60 സെൻറ്റിമീറ്റർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു 90 സെൻറ്റിമീറ്ററിൽ ഉള്ളിൽ സെൻട്രലായിട്ടാണ് നമ്മുടെ ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് വാൾ ഹാങ് ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിവശം നമുക്ക് ഏകദേശം ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഗ്യാപ്പ് കിട്ടാവുന്ന രീതിയിൽ നമുക്ക് കഴുകാനൊക്കെ എളുപ്പത്തിന് എല്ലാം മൊത്തം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാൾ ഹാങ് കൊടുത്തിരിക്കുന്നത്. അത് ഭിത്തിയിലാണ് നമ്മൾ ക്ലോസറ്റ് ഉറപ്പിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത ഏരിയ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കുന്ന ഏരിയയാണ്. ബാക്കി വരുന്ന ഏകദേശം 1 മീറ്റർ അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്ററാണ് നമ്മൾ കുളിക്കുന്ന ഏരിയ കൊടുത്തിരിക്കുന്നത്. ഷവർ കൊടുത്തിട്ടുണ്ട്, ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട്, പിന്നെ സ്പൗട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഉപകാരപ്രദമാണ്. കാരണം ഡൈവേർട്ടർ സിസ്റ്റമാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റ് ഒരുപാട് ടാപ്പുകളൊക്കെ വെച്ച് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ഒരു സിംഗിൾ ലിവറിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഡൈവേർട്ടർ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം. ഇതിൻ്റെ ഹൈറ്റിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാപ്പിൻ്റെ ഹൈറ്റ് 30 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഒരിക്കലും അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ കുളിക്കുന്നതിൻ്റെ നേരെ ബാക്കിൽ ഒരിക്കലും ടവൽ റാഡ് കൊടുക്കാൻ സാധിക്കരുത്. കുറച്ച് നീക്കിയിട്ട് വേണം നമ്മൾ ടവൽ റാഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംഘം ചെയ്തിട്ടുണ്ട്. സംഘം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന ഏരിയ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നു. ചെറിയ ഒരു ഇഞ്ച് താഴ്ത്തിയാണ് ഇട്ടിരിക്കുന്നത്. ട്രാപ്പ് വരുന്ന ഏരിയ 1 ഇഞ്ച് താഴ്ത്തിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കുളിക്കുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന വെള്ളം ഇങ്ങോട്ടേക്ക് തെറിച്ച് ഇങ്ങോട്ട് വരാത്ത രീതിയിൽ ചെയ്യുന്നതിനും, പിന്നെ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസിൻ്റെ പാർട്ടീഷൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ക്ലോസറ്റിൻ്റെ ഏരിയ കഴിഞ്ഞതിന് ശേഷം കുളിക്കുന്ന ഏരിയ 1 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചെങ്കിലും താഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ അത്രയും വെള്ളം നമുക്ക് ഉപയോഗിക്കുമ്പോൾ കുളിക്കുന്ന സമയത്തുള്ള വെള്ളം ഇങ്ങോട്ട് കയറാതെ നമുക്ക് തെന്നലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് ബാത്റൂം കൈകാര്യം ചെയ്തിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാത്റൂമുകളെല്ലാം തന്നെ ഒരേ ലെയറിൽ തന്നെ, ഒരു ബാത്റൂമിൻ്റെ ഒരേ ലെയറിൽ തന്നെ എല്ലാം കൊള്ളിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബാത്റൂം വളരെ നീറ്റായിരിക്കും. വാഷ് ബേസൺ, സെൻറ്ററിൽ നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ, പിന്നെ അങ്ങേറ്റത് കുളിക്കുന്ന ഏരിയ, ഇങ്ങനെ ഒരു സൈഡിലേക്ക് കുളിക്കുന്ന ഏരിയ മാക്സിമം ഒരു സൈഡിലേക്ക് മാറി നിൽക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം എപ്പോഴും നമ്മൾ കുളിക്കുന്ന സമയത്ത് സോപ്പിൻ്റെ ഉപയോഗം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ വഴുക്കൽ കാര്യങ്ങൾ ഇപ്പുറത്തെ ഏരിയയിലേക്ക് കയറി വരാനുള്ള ചാൻസസും തെന്നി വീഴാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ ഒരു സൈഡിലേക്ക് മാക്സിമം മാറ്റി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാത്റൂമിൽ പോകുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിൽ ടച്ച് ചെയ്യാതെ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കിയിട്ട് നമുക്ക് പോരുന്നതിനും സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.